പ്രശസ്ത ചലച്ചിത്ര താരങ്ങളായ അംബിക രാധ എന്നിവരുടെ മാതാവ് ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ചെയർമാനും ജനം ടിവിയുടെ MD-യുമായ ചെങ്കൽ എസ് രാജശേഖരൻ നായരുടെ ഭാര്യാമാതാവുമായ കല്ലറ സരസമ്മ നായരുടെ ഭൗതികദേഹം വസതിയിൽ എത്തിച്ചു. വീട്ടിൽ നടക്കുന്ന പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 3 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത് പറയും. ശ്യാം, അല്പസമയം മുമ്പാണ് ഭൗതിക ശരീരം കല്ലറയിലെ വസതിയിലെത്തിച്ചത്. വസതിയിൽ ഇപ്പോൾ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള നിരവധി പേർ ഇപ്പോൾ കല്ലറ സരസമ്മയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ദേഹവിയോഗം സംഭവിക്കുന്നത്. അതിനുശേഷം ആണ് ദേഹവിയോഗം സംഭവിക്കുന്നത്. തുടർന്ന് ഇന്ന് ബന്ധുക്കളൊക്കെ ദൂരദേശത്തുള്ളവരെല്ലാം എത്തേണ്ടിയിരിക്കുന്നു. അതിൻ്റെ കൂടി കാരണം കൊണ്ടാണ് ഇന്ന് ഭൗതിക ശരീരം സംസ്കാരം ഇന്നത്തേക്ക് മാറ്റിവെക്കുകയും മാറ്റിവെക്കുകയും ചെയ്തത്. ഇപ്പോൾ ചടങ്ങുകൾ ഈ പൊതുദർശനം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അംബിക രാധ, പ്രശസ്ത ചലച്ചിത്ര താരങ്ങളായ അംബിക രാധ എന്നിവരുടെ മാതാവാണ്. അതോടൊപ്പം തന്നെ ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൻ്റെ ചെയർമാനും ജനം TV MD-യുമായ ചെങ്കൽ എസ് രാജശേഖരൻ നായരുടെ ഭാര്യ മാതാവ് കൂടിയാണ് അന്തരിച്ചത്. കല്ലറ സരസമ്മ കല്ലറയിലെ ഗ്രാമത്തിൽ നിന്നാണ് ചെന്നൈയിലേക്ക് എത്തുകയും സിനിമാ ലോകത്തിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്തത്. സിനിമാ മേഖലയിൽ തന്നെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്തത്. അതായത് ചലച്ചിത്ര നിർമ്മാണ രംഗത്തും സ്റ്റുഡിയോ രംഗത്തുമെല്ലാം വലിയ രീതിയിൽ വിജയഗാഥ രചിക്കാൻ ഈ കല്ലറ സരസമ്മയ്ക്ക് കഴിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവേശനം അടക്കമുണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ ചരിത്രവും പറയാനുണ്ട്. വലിയ അങ്ങനൊരു ജീവിതയാത്ര തന്നെയായിരുന്നു. വലിയ വിജയഗാഥ രചിച്ചൊരു ജീവിതഗാഥ തന്നെയായിരുന്നു കല്ലറ സരസമ്മയുടെ. 2 മക്കളും കല്ലറ തെലുങ്ക് അതോടൊപ്പം തന്നെ മലയാളങ്ങളിലെല്ലാം വലിയ രീതിയിൽ നിരവധി വേഷമിട്ട 2 പ്രശസ്ത താരങ്ങളുടെ മാതാവ് കൂടി. 3 മണിക്കാണ് വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള നിരവധി പേർ ഇവിടേക്ക് എത്തിച്ചേരും, അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും വൈകിട്ടോടുകൂടി സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക. ഒരുപാട് നിരവധി സാംസ്കാരിക സിനിമാ മേഖലയിലെ നിരവധി പേരാണ് ഇപ്പോൾ കല്ലറയിലെ വസതിയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവസാനമായി ഒരു നോക്ക് കാണാനും ഒപ്പം അന്തിമോപചാരം അർപ്പിക്കാനുമായി അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.